കോഴിക്കോട് കരുവൻതുരുത്തിയിൽ റോഡ് പണി പാതിവഴിയിൽ നിലച്ചതോടെ ദുരിതത്തിലായി ഹൃദ്രോഗിയായ ഭിന്നശേഷിക്കാരൻ. ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ അത്യാവശ്യങ്ങൾക്ക് അപകടകരമായ തരത്തിൽ വേണം പോകാൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നതോടെയാണ് ഡ്രൈനേജിന് സ്ലാബ് ഇടുന്നതടക്കമുള്ള റോഡ് പണി മുടങ്ങിയത്. ഇത് കോഴിക്കോട് കരുവന്തിരുത്തി സ്വദേശി കെ ഇ ഇബ്രാഹിം. ഭിന്നശേഷിക്കാരനാണ്, ഹൃദ്രോഗിയും. ആശുപത്രിയിലേക്കുൾപ്പെടെ അത്യാവശ്യങ്ങൾക്ക് വീടിന് പുറത്തു പോകണമെങ്കിൽ ഇപ്പോൾ ഇതാണ് സ്ഥിതി. കൈ പിടിക്കണ്ട, എന്റെ തോളിൽ വെച്ചോളൂ. ഇനി നേരെ അടിക്ക് വെച്ചോളൂ. പോന്നോട്ടെ ഇനി പോന്നോട്ടെ, ഇനി പോട്ടെ കൊച്ചോളൂ. ആ അതെ, ഇനി അടുത്താലും വെച്ചോളൂ. ഇനി താഴത്തേക്ക് വെച്ചോളൂ. ആ മതി. വീടിന് മുന്നിലെ GMLP സ്കൂൾ റോഡിന്റെ അറ്റകുറ്റപ്പണി പാതി വഴിയിൽ നിലച്ചതാണ് പ്രതിസന്ധിയായത്. ഞാൻ സ്ഥിരം രോഗിയാണ്. സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നു വീണ്, പിന്നെ അറ്റാക്കിൻ്റെ തകരാറുണ്ടായിരുന്നു. 2 കൈ വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ആസ്പത്രി പോകേണ്ട വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പരിസരത്തുള്ളവർ വന്ന് എടുത്തിട്ടൊക്കെ കൊണ്ടുപോവുകയാണെങ്കിലും ഓൽക്ക് വരെ കയറി നടക്കാൻ കഴിയില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നൊക്കെ ആസ്പത്രി പോയത്. റോഡിന്റെ ഒരു ഭാഗത്ത് ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഡ്രൈനേജിന് സ്ലാബ് ഇടുന്നതും റോഡിന്റെ ഇന്റർലോക്ക് വിരിക്കേണ്ടതും മറ്റൊരു കരാറുകാരൻ. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ കരാറൊപ്പിട്ട ഈ പ്രവൃത്തി തുടങ്ങാൻ പറ്റാതെയായി. ഇതാണ് ഇബ്രാഹിം ഉൾപ്പെടെ പ്രദേശവാസികളുടെ ആകെ സഞ്ചാരം ദുഷ്കരമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്ന ജൂണിലെ പെരുമാറ്റച്ചട്ടം പിൻവലിക്കൂ. അതുവരെ ഇങ്ങനെ ചാടിക്കടന്ന് യാത്ര ചെയ്യുന്നതിലെ അപകടം ചൂണ്ടിക്കാണിക്കുകയാണ് ഇവർ. ഓൽക്ക് നടക്കാൻ പ്രയാസമാണ്, കണ്ണിന് കാഴ്ച കുറവാണ്, ഹാർട്ട് കംപ്ലൈൻ്റ് ആണ്, പിന്നെ ബ്ലഡ് കോട്ടായി പോയതാണ്, ഒരു ഭാഗം തളർന്നതാണ്, അങ്ങനെയൊക്കെയുള്ള പല അസുഖങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആളെ കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസത്തിലാണ്. ഈ രോഗിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇബ്രാഹിമിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. എനിക്ക് ആസ്പത്രി പോകാനൊക്കെ ഉള്ള വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ഈ നിയമത്തിനൊരു അയവ് വരുത്തിക്കൊണ്ട് പരിഹരിക്കണം എന്നാണ് എനിക്ക് ഇലക്ഷൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം വരെ കരാറൊപ്പിട്ട പ്രവൃത്തികൾ തുടങ്ങുന്നതിന് പെരുമാറ്റച്ചട്ടം തടസ്സമായിരുന്നില്ല എന്നാണ് കരാറുകാർ പറയുന്നത്. കണ്ടതിൽ കൂടുതലൊന്നും പറയാനില്ല. മാനുഷിക പരിഗണനയാണ് ഇബ്രാഹിം ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ബിബിൻ വെൺപകലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.